ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 4 വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളക്കഥ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബീഫ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ. എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരം ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 2 ബ്രെഡ് വീതം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗം കളയേണ്ട, അത് നമുക്ക് ആവശ്യമുണ്ട്. ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കിതാ ഇതുപോലൊരു സ്റ്റിക്ക്, ഒരു ഐസ് സ്റ്റിക്കിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഐസ് സ്റ്റിക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് മൈദയുടെ പേസ്റ്റ്, അതായത് മൈദയുടെ പശമൈദയും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല തിക്കായിട്ടൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ സൈഡിലും കൂടെ ഇതുപോലെ തന്നെ മൈദയുടെ പശ ആക്കി കൊടുത്തതിന് ശേഷം മറ്റേ പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഉള്ളിൽ മസാല വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിലാകരുത് കേട്ടോ. സൈഡിൽ നമുക്ക് പശ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താവാതെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതാ ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് എടുത്തിട്ട് ഈ ഒരു ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല സ്റ്റിഫായിട്ട് അത് അവിടെ ഇരുന്നോളും. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഒരു പുറം ഭാഗം മാത്രം ഒന്ന് മൊരിഞ്ഞ് വരാനേ ഉള്ളൂ, അകത്തൊന്നും വേവാനൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതുവരെ നമ്മളിത് ഇതുപോലെ തിരിച്ചു മറിച്ചു ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ, 2 ഭാഗം ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുത്ത സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിലേക്ക് ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കന് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്, അപ്പോൾ അതൊന്ന് പുഴുങ്ങി ഉടച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി വന്നതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതാ ഞാനിവിടെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു സമൂസ ഷീറ്റിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കോണായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഷീറ്റ് ഇതാ ഇതുപോലെ കോണാക്കി എടുത്തതിന് ശേഷം മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. മൈദയും വെള്ളവും കൂടെ മിക്സ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിറച്ചു കൊടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു ഭാഗം നമുക്ക് പശ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ജസ്റ്റ് പശ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മൈദയുടെ പേസ്റ്റിലേക്ക് അല്പം ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ദാ നമ്മൾ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും ഒന്നും കൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാകരുത്, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കിട്ടും വേണം. വെള്ളം കൂടി പോവേണ്ട കേട്ടോ. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിത് അടച്ചു വെക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു സവാളയുടെ കടി ഒന്ന് മാറിയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കന്, ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ, ഇല്ലാത്ത ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. അരച്ച ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ചൂടായി വന്നതിന് ശേഷം മസാലയ്ക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നാൽ ഇതിലേക്കൊരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയുടെ പകുതി അതിൻ്റെ ഒരു കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു തോട് മാത്രം കേട്ടോ, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അല്പം മല്ലിയില അരിഞ്ഞതും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ്. ഇനി നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോ ഉരുളയായിട്ട് എടുക്കുക. എന്നിട്ട് അല്പം ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തി ഉരുളയേക്കാളും കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലുള്ള ഉരുളയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. കുറച്ചൊരു വലിയ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കില്ലേ, ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാനുള്ള പാകത്തിലാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട, ഒരുപാട് തിന്നാക്കി എടുത്താൽ പൊട്ടിപ്പോകും. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, മുട്ടയും ചിക്കനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ്, അത് ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു 4 സൈഡും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയാൽ ഇതവിടെ സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പതുക്കെ മടക്കി എടുത്തതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ വെന്ത് കിട്ടണം, മുട്ടയൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം.
തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സൈഡും ഒന്ന് മൊരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ സൈഡ് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. 4 സൈഡും ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇഫ്താറിന്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും, 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതും, പിന്നെ 1 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. പിന്നെ പച്ചമുളക് എരിവ് നോക്കിയിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ അതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇപ്പോൾ ഇത്ര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 കോഴിമുട്ടയും പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പം മാവ് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ വേണ്ടത്. നമ്മൾ മൈദയ്ക്ക് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാനും ദോശ ചുട്ടെടുക്കൂലേ, ആ ഒരു രീതിയിലുള്ള മാവാണ് വേണ്ടത്. ഒരുപാട് തിക്കായിട്ടുമല്ല എന്നാൽ ഒരുപാട് തിന്നായിട്ടും അല്ല കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ഒന്ന് ദോശ ചുട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു ദോശ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാം. 2 ഭാഗം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നാൽ മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ദോശയും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മളിതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം പിന്നെ 2 സൈഡൊന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് റോൾ ചെയ്യാം കേട്ടോ. നമ്മൾ ചിക്കൻ റോളൊക്കെ റോൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ. പിന്നെ ഈ ഒരു തലയ്ക്ക് മൈദയുടെ പശ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു അല്പം ഉപ്പും അല്പം മല്ലിയിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും എടുത്തിട്ട് നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലിലേക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നില്ല. ഒരു കുറച്ച് എണ്ണയൊക്കെ വേണ്ടവർക്ക്, എണ്ണയിലൊക്കെ ഉള്ള സ്നാക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോളൊക്കെ എന്തായാലും നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ റോൾ ചെയ്ത് ഒന്ന് മൊരിച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു കളറായിട്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഓരോന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്.